നമസ്കാരം. വർക്കല എം.ജി. മോഡൽ സ്കൂളിലെ റേഡിയോ ക്ലബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് 8th നിന്നും RJ നീരജ്. കേരള ബഡ്ജറ്റ് 2024-25 ഒരു അവലോകനം. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാലത്ത് വ്യാപകമായ നയം പ്രഖ്യാപിച്ച ബഡ്ജറ്റാണിത്. 2024 ഫെബ്രുവരി 5 കൃത്യം 9 മണിക്കു തന്നെ പിണറായി വിജയൻ സർക്കാരിൻ്റെ 4ാമത്തെ ബഡ്ജറ്റ് ധനമന്ത്രി ശ്രീ KN ബാലഗോപാൽ പ്രഖ്യാപിച്ചു. വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നുമില്ല, എങ്കിലും ഈ വർഷത്തെ ഈ ബഡ്ജറ്റ് ഒരുപാട് പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കാനായി നിങ്ങളോടൊപ്പം ചേരുന്നു 8th നിന്നും ഹരി. കേരള ബഡ്ജറ്റ് 2024-25 അടുത്ത 3 വർഷത്തിനുള്ളിൽ 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം കൊണ്ടുവരാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ധനമന്ത്രി പറഞ്ഞു. ബഡ്ജറ്റിലെ പ്രധാന പ്രഖ്യാപനങ്ങൾ ഇങ്ങനെ: റബ്ബർ താങ്ങുവില 150 രൂപയായി കൂട്ടി. ടൂറിസത്തിൽ നിന്ന് 5000 കോടി രൂപ പ്രതീക്ഷ. കൃഷി വികസനത്തിന് കേര പദ്ധതി 2365 കോടി രൂപ. റീബിൽഡ് കേരളയ്ക്ക് 1000 കോടി രൂപ. റോഡ് പാലം വികസനത്തിന് 1000 കോടി. പൊതുവിദ്യാഭ്യാസത്തിന് 1632.65 കോടി രൂപ. ഗതാഗതത്തിന് 3600-ലധികം കോടി രൂപ. എല്ലാ ജില്ലകളിലും മോഡൽ സ്കൂൾ. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഗ്രേഡിംഗ്. ക്ഷേമ പെൻഷൻ 1600 രൂപ തന്നെ, മാറ്റമില്ല. കോടതി ഫീസ്, സോളാർ വൈദ്യുതി തീരുവ, KSEB ഡ്യൂട്ടി, കെട്ടിട വിൽപ്പനയ്ക്കായുള്ള സ്റ്റാമ്പ് ഡ്യൂട്ടി എന്നിവ കൂടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.